അൻവറിന്റെ കാര്യമാണ്. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ ഇല്ലയോ, അല്ലെ എവിടെയായിരിക്കും മത്സരിക്കുക എന്ന് അൻവറിനെ UDF-ന്റെ അസോസിയേറ്റ് ആക്കിയതിന് പിന്നാലെ തന്നെ നേതൃത്വം ഒന്നും അറിയാതെ ഒരു വിഭാഗം അണികൾ ബേപ്പൂരിൽ ബാനർ ഉയർത്തുന്നു. അൻവർ വരുന്നു. അപ്പോൾ അണികൾ തന്നെയാണ് തീരുമാനം എടുത്തത്. അതിനകത്ത് നേതൃത്വം കുഴങ്ങിയ മട്ടാണ്. അപ്പോൾ നേതൃത്വത്തിന് എന്ന് പറയാനുണ്ട് എന്ന് കേൾക്കാം. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് KPCC-യും UDF-ഉമാണെന്നാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിന്റെ പ്രതികരണം. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്ന കാര്യം അറിയില്ല എന്ന് പ്രവീൺ കുമാർ പറയുന്നു. കേരളത്തിൽ എവിടെയും മത്സരിക്കാവുന്ന തരത്തിൽ ശ്രദ്ധേയനായ നേതാവാണ് PV അൻവർ എന്നും പ്രവീൺ കുമാർ മീഡിയ വണിനോട് പ്രതികരിച്ചു. കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ സീറ്റുകൾ ലീഗുമായി വെച്ചുമാറുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും പ്രവീൺ കുമാർ വിശദീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കടന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ സജീവം. ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന വാർത്ത UDF-ലെത്തിയ PV അൻവർ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ്. UDF-ന്റെ ഭാഗമായി മത്സരിക്കുമെന്നാണ്. അത് ഔദ്യോഗികമായി തന്നെ പറയാൻ ഇപ്പോൾ നമ്മോടൊപ്പം കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ചേരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ് വരുന്ന വാർത്ത. ഞാൻ നിലയ്ക്ക് ഉള്ള സൂചനകൾ വരുന്നു. അദ്ദേഹത്തിന് അനുകൂലമായി ബോർഡ് വരുന്നു. എന്താണ് കോൺഗ്രസിന്റെ നിലപാട് വിഷയത്തിൽ? അല്ല, ഇതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റോളില്ല. അത് തീരുമാനിക്കേണ്ടത് KPCC-യും ഹൈക്കമാൻഡുമാണ്. അതിനകത്ത് മുന്നണി ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം, മുന്നണിക്കകത്തെ ചർച്ചയിലൂടെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ചൊരു ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ പരിപൂർണ അധികാരം KPCC-ക്കും ഹൈക്കമാൻഡിനുമാണ്. പിന്നെ ഏതെല്ലാം ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം തീരുമാനിക്കേണ്ടത് UDF ലൈസൻസ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ആർക്ക് സീറ്റ് കൊടുത്തതായിട്ടോ വരുമെന്ന് പറഞ്ഞിട്ട് അറിവൊന്നും എൻ്റെ അറിവിലില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബേപ്പൂരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അവിടുന്ന് നാട്ടുകാരിൽ നിന്ന് പലരുടെയും പ്രതികരണങ്ങൾ എടുത്തുനിന്ന് അതിലൊക്കെ പറയുന്നത് PV അൻവർ വരണം എന്നൊക്കെ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് സാധാരണക്കാർ. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ആ സീറ്റ് ഘടകകക്ഷി എന്ന നിലയ്ക്ക് തൃണമൂൽ കോൺഗ്രസിന് PV അൻവറിന് വിട്ടുകൊടുക്കാൻ DCC ഒരുക്കമാണോ? അല്ല, അത് വിട്ടുകൊടുക്കേണ്ടത് DCC അല്ല. ഈ കാര്യത്തിൽ KPCC-യും UDF കൊടുക്കുന്ന ഏത് തീരുമാനവും DCC അംഗീകരിക്കും. PV അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ജയിക്കാനാകും. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി ഇത് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട്. അല്ല, PV അൻവർ കേരളത്തിലെ ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ എൻ്റെ അഭിപ്രായം. ബേപ്പൂർ എന്നല്ല, കേരളത്തിൽ എവിടെയും മത്സരിച്ചാലും ഒരു 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 മുഖവരുടെ ആവശ്യമില്ലാത്ത ആർക്കും പരിചയപ്പെടുത്താൻ സാധിക്കുന്ന നല്ലൊരു നേതാവാണ് PV അൻവർ. PV അൻവറിൻ്റെ കഴിവിലൊന്നും എനിക്കൊരു സംശയമില്ലെന്ന് മാത്രമല്ല മതിപ്പേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞതുപോലെ സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ ലീഗുമായി ബന്ധപ്പെട്ട് ചില സീറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ വെച്ച് മാറുമെന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ച് തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുക്കും, പകരം ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കും. അത്തരം ചർച്ചകളുണ്ടോ? അങ്ങനെ നീക്കുപോക്കുകൾ ഉണ്ടാവുമോ? അങ്ങനെ സീറ്റ് മാറലുണ്ടാവുമോ? ഞാൻ പറയട്ടെ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് മാറ്റവും ചർച്ചയുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്നത്. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് KPCC-യാണ്. ഞങ്ങളോട് അതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. അതിലുപരിയായി ഞങ്ങളൊരു തീരുമാനമെടുക്കേണ്ട ബോഡിയല്ല ഈ കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ചില വിലയിരുത്തലുണ്ടാവുമല്ലോ. ഇന്ന സീറ്റ് നമ്മളെടുത്താൽ, ഇന്ന സീറ്റ് അവർക്ക് കൊടുത്താൽ അത് കിട്ടും, അതുകൂടി കിട്ടും എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ടാവും. അത്തരം ചർച്ചകളോ ആലോചനകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടിയെന്നില്ല. UDF-ന് മത്സരിക്കുന്ന ഏത് ഘടകകക്ഷിയായാലും ഏത് പാർട്ടിയായാലും 13 പിടിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിൽ ഇന്ന സ്ഥലത്ത് ലീഗ് വരണം, ഇന്ന സ്ഥലത്ത് കോൺഗ്രസ് വരണം, ഇന്ന സ്ഥലത്ത് RMP വരണം എന്നൊക്കെ അതൊക്കെ നേരത്തെ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം ആര് മത്സരിച്ചാലും 13 പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു വാദവും ഞങ്ങളില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് DCC അധ്യക്ഷൻ പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ അമർ, മീഡിയ 1, കോഴിക്കോട്.